Hello friends, Assalamu alaikum. Welcome back our channel Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇത് നമ്മൾ വീണ്ടും ഒരു ഗാർഡൻ ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കോഴിക്കോട് ജില്ലയിലെ മേപ്പയ്യൂർ ചെറുവണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷസ്ന എന്ന് പറയുന്ന വീട്ടമ്മയാണ്. അപ്പോൾ അവരൊരു കുടുംബിനി മാത്രമല്ല, നല്ലൊരു കർഷക കൂടിയാണ്. ഇവരുടെ ഈ ഒരു ഗാർഡനിൽ വെറും പൂക്കളും ചെടികളും മാത്രമല്ല ഉള്ളത്. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ പച്ചക്കറികളുണ്ട്, ഇടവള കൃഷികളുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികളുള്ള ഒരു വീടാണിത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒറ്റ ഒരാളാണ് എന്നുള്ളതാണ് ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഗാർഡൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്സാണ് കിട്ടുക. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലില്ലാത്ത ചെടികൾ വളരെ കുറവാണ്, കാരണം ഒരുപാട് തരം ചെടികളുള്ള ഒരു ഗാർഡനാണിത്. ഭയങ്കര മനോഹരമായിട്ടാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ള ചെടികളിലൊക്കെയും നിറയെ പൂക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിച്ചാൽ മതിയാവില്ല. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു പോകും. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറേ കിളികൾ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടും കൂടിയാണ് ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ആണ് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗോൾഡൻ മണി പ്ലാന്റ്സ് ആണ് ബാൽക്കണിയുടെ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ പോട്ട്സും അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡോട് കൂടിയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നിലത്തേക്ക് വീഴാതെ ആ ഒരു സ്റ്റാൻഡിൽ അവിടെ തങ്ങി നിൽക്കും. അത് നല്ല ഒരു ഐഡിയയാണ് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഓരോ ഐഡിയാസ് നോക്കി നടക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഓരോ ഐഡിയ ഇങ്ങനെയുള്ള ഗാർഡനിൽ നമ്മൾ വരുമ്പോൾ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മുന്തിരി വള്ളിയുണ്ട് കേട്ടോ. ഈ മുന്തിരി വള്ളിയിൽ നിറയെ മുന്തിരികൾ കായ്ച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ റോസാപ്പൂവും നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. എല്ലാ ചെടികളിലും നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇവർ ചെയ്യുന്ന വളങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവരുടെ വളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ വേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, ഉള്ളിയുടെ തൊലി, അങ്ങനെ എല്ലാം ഇവർ ഓരോ ദിവസവും തന്നെ മിക്സിയിലിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ച് അതിൽ വെള്ളവും ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും. അതാണ് മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത്. അതായത് ഡെയിലി ചെയ്യുന്ന ഒരു വളം അതാണ്. പിന്നെ ചെയ്യുന്നത് ചാണകവളമാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കെല്ലാം എല്ലുപൊടി യൂസ് ചെയ്യാറുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാ ചെടികളും നല്ല തിക്കായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. ഓരോ പോട്ട്സിലും നല്ല ഫില്ലായിട്ടാണ് ഓരോ ചെടികളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീലാണ് കിട്ടുക. ചെടികൾ നടാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കും, പക്ഷേ അതിനെ അതിൻ്റേതായ രീതിയിൽ പരിപാലിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു കല തന്നെയാണ്. അത് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഗാർഡൻസിൽ വരുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. കാരണം ഓരോ ചെടിയും അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ചില ചെടികളിലൊക്കെ അതിൻ്റെ ഇലയേക്കാൾ കൂടുതൽ പൂക്കളാണ് ഇവിടെ കാണുന്നത്.
റോസാപ്പൂവൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയായിട്ടായിരിക്കുന്നത് അല്ലേ. ഈ റോസാപ്പൂവ് നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്നറിയോ? ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു ടൈമിൽ അതിനെ കട്ട് ചെയ്യും. അവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും. പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുമ്പോൾ അതിൽ നിറയെ മുട്ടുകളിടും. അങ്ങനെയാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും, ഓരോ സൈഡിലും അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാണുന്നില്ലേ. പിന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ശരിക്കും, പക്ഷേ ഇതിവിടെ നിലത്താണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതും ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് ഒറ്റ ഒരു ചെടിയിലാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ വെൽവെറ്റ് പ്ലാന്റ്സിൻ്റെ വേറൊരു ഇനമാണ്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു വെൽവെറ്റ് പ്ലാന്റും ഉണ്ട്. ഇതും ഒറ്റ ഒരു ചെടിയിലാണ് ഇത്രയും ബ്രാഞ്ചസും ഇത്രയും പൂക്കളും ഉണ്ടായിട്ടുള്ളത്. എന്തൊരു മനോഹാരിതയാണല്ലേ ഇതെല്ലാം കാണുമ്പോൾ. നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ ഓരോ ചെടികളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് പൂക്കളും ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. അത് ഇവരുടെ മെയിൻ്റനൻസ് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇതിരിക്കുന്നത്. ഷെസ്നീച്ചി പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മളൊരു ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണോ വളർത്തി വലുതാക്കിയെടുക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പരിചരണം ഒരു ചെടിയെ വളർത്തിയെടുക്കാനുണ്ടെന്നാണ്. ഇവിടെ കണ്ടോ, ഓർക്കിഡിൻ്റെ നല്ല ഒരു വെറൈറ്റി കളറ്. ഇത് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ, ആ ഗേറ്റിനോട് ചേർന്നുള്ള മതിലിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഇരിക്കുന്നത്. ഇതിൽ കുറേ വെറൈറ്റി കളേഴ്സാണ് ഇരിക്കുന്നത്. ഇതിൽ എല്ലാറ്റിലൊന്നും ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ നട്ടിട്ട്. അതിൻ്റെ പിറകിലായിട്ട് വെൽവെറ്റ് പ്ലാന്റ്സും നട്ടിട്ടുണ്ട്. അതിലും പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ വീട് വെച്ച സമയത്ത് ഇത് ഫുള്ളായിട്ട് പ്ലെയിനായിട്ട് കിടന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവർ വീട് വെച്ചതിന് ശേഷം നട്ടുപിടിപ്പിച്ചതാണ് ഇത്രയും ചെടികളും അതിലുള്ള ഫ്രൂട്ട്സും അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സും ഇവർ ഇവിടെ വീട് വെച്ച് കൂടിയതിന് ശേഷം നട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓർക്കിഡിലെ വേറെ ഒരു വെറൈറ്റി കളർ കണ്ടോ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതും നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഇലകളുടെ കളറാണ് കേട്ടോ അതിനെ അത്രയും മനോഹരമാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ക്രീം കളറിലുള്ള ജമന്തി ഇരിപ്പുണ്ട്. അതും നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു 1/2 മീറ്ററോളം സ്ഥലത്ത് ഫുള്ളായിട്ട് റെഡ് കാശിത്തുമ്പയാണുള്ളത്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഫുള്ള് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് കേട്ടോ ആ ഒരു ഏരിയ. അതിൻ്റെ ആ ഒരു മതിലിൽ ഫുള്ളായിട്ട് റോസാ ചെടികളാണ് വെച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള റോസാ ചെടിയാണുള്ളത്. എല്ലാറ്റിലൊന്നും ഇപ്പോൾ പൂക്കളില്ല. ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു പൂക്കളാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. കാരണം നല്ല ലൈറ്റ് കളറായതുകൊണ്ട് അത് നല്ല രസമുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സും ആണ് കേട്ടോ. ഇപ്പോൾ ഒരു 4-5ഓളം പൂക്കൾ അതിലുണ്ട്. പിന്നെ കുറേ മൊട്ടുകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഡാർക്ക് പിങ്ക് കളറുണ്ട്. പക്ഷെ അതിൽ പൂക്കൾ ഉണ്ടാവുന്നതേ ഉള്ളൂ. അതിനോട് ചേർന്ന് തന്നെ ഇനിയും റോസാ ചെടികളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അധികം ലൈറ്റ് കളറും അല്ല, എന്നാൽ അധികം ഡാർക്ക് കളറും അല്ലാത്ത ഒരു പിങ്ക് കളറാണ് ഈ ഒരു ചെടിയിലുള്ളത്. അതിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു റെഡ് കളറിലുള്ളതും ഇരിക്കുന്നത്. അതായത് ഈ പിങ്ക് കളർ തന്നെ ഉള്ള പൂക്കളെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ. കാരണം ഒന്ന് നല്ല തിക്കായിട്ട് ഇതളുകളുള്ളതാണെങ്കിൽ ഒന്ന് അത്രയ്ക്ക് തിക്കല്ലാത്ത ഇതളുകളാണുള്ളത്. ഈ ഒരു റെഡ് കളറിനും ഒരുപാട് തിക്കായിട്ട് ഇതളുകളില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കുറേ ഗോൾഡൻ മണി പ്ലാന്റ്സ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മതിലിൻ്റെ മുകളിലായിട്ട് ബൊഗൈൻ വില്ലയും ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ്സും പിന്നെ റോസാപ്പൂവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു ചെക്കിച്ചെടിയില്ലേ,
അതിന് വേറെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു വെറൈറ്റി കളറും കൂടെ ആ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഈ ഒരു മണി പ്ലാന്റ്സ് നല്ല കുത്തനെ വളരാൻ വേണ്ടിക്കൊണ്ട് പോട്ട്സിൻ്റെ നടുവിലായിട്ട് പൈപ്പ് കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചൂടി വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുത്തനെ വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മുകളിലുള്ള ബൊഗൈൻ വില്ലയിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗാർഡനിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ചെടികളിലും പല വെറൈറ്റി കളേഴ്സിൽ ഒരുപാട് എണ്ണം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബൊഗൈൻ വില്ല ആണെങ്കിൽ അതിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാം പൂത്തൊലഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് ഈ ചെക്കിച്ചെടിയാണ്. ഈ ചെക്കിയുടെ ഒരു കളറ് കണ്ടോ, ഒരു യെല്ലോ കളറാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ക്വീൻ ഇരിപ്പുണ്ട് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ. ഈ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ്. ഈ പെൻഡാസ് പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെയും ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. ഇവിടെ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ. ഇത് നമ്മുടെ അരിപ്പൂവ് എന്ന് പറയും അല്ലേ. പിന്നെ ചെത്തി, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് ഇവർ ചെയ്യുന്ന വളങ്ങൾ, മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇതാ ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റി കളറുണ്ട്, അത് പൂവിടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറ്റിമുല്ലയാണിത്. ഇത് ഫ്രണ്ട് സൈഡിലെ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിറയെ പൂവുകളുണ്ട്. ഗേറ്റിനോട് ചേർന്ന് തന്നെയുള്ള ഭാഗത്താണ് ഈ ഒരു മുന്തിരിവള്ളി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മുന്തിരിവള്ളിയിൽ നിറയെ മുന്തിരികളുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതുണ്ടായി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഗ്രീൻ കളറിൽ കാണുന്നത്. ഇത് നല്ല മൂത്ത് വരുമ്പോൾ ഫുള്ളായിട്ട് ആ ബ്ലാക്ക് കളറിലോട്ട് മാറും കേട്ടോ. അതും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ, കണ്ടില്ലേ. നല്ല ഫുള്ളായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡനിൽ ഇനിയും ഒരുപാട് ചെടികളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. കാരണം ഒരുപാട് ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.